പറയുന്നത് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. ഇത് എളുപ്പത്തിൽ പറഞ്ഞു തരാനാണെങ്കിൽ എൻ്റെയൊക്കെ ജനറേഷനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമയാണ് തന്മാത്ര എന്ന് പറയുന്നത്, മോഹൻലാലിൻ്റെ സിനിമയാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഹിസ്റ്ററി പഠിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിനായിട്ട് ആ ഹിസ്റ്ററിയിലെ ക്യാരക്ടേഴ്സിനെ മാറ്റുക. ഏതൊരു സിനിമ കാണുന്ന പോലെ പഠിക്കാം. ഫോർ എക്സാമ്പിൾ ബാഹുബലി സിനിമയൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതല്ലേ, അതൊരു വിഷ്വലായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടാണല്ലോ അത് ചരിത്രം പറയുന്നൊരു സിനിമയായിട്ട് പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുപോലെ തന്നെ പിന്നെ മുഗൾ വംശത്തെക്കുറിച്ചിട്ടും അല്ലാതെ നമ്മളുടെ മൗര്യൻ മഗധ വംശത്തെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് സിനിമകളുണ്ട്, അശോകനെ കുറിച്ചിട്ടൊക്കെ ഉള്ള സിനിമകളുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിക്കാൻ എടുക്കുന്നത് അതിനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. അതിപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി മാത്രമല്ല, ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയിൽ നർമ്മദ ബച്ചാവോ ആന്തോളനൊക്കെ ആണെങ്കിൽ ഒരു പിന്നെ ഒരു നദിയുടെ തീരത്ത് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ടഫ് സബ്ജക്റ്റേ അല്ല, സോഷ്യൽ വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ടിപ്സും ട്രിക്സും. അപ്പോൾ സോഷ്യൽ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റൈറ്റ് ബോർഡിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പ് ക്ലാസ് ആരംഭിക്കാറായിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. ബൈ ബൈ.